ഒന്നാം തരം പെർവേർട്ടാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് വലിയ രീതിയിൽ അദ്ദേഹത്തെ ഏറ്റവും വലിയ മഹനീയമായ മഹാത്മാവായ അഭിസംബോധന ചെയ്ത് വീക്ഷണത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ വ്യക്തി ഈ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് മനോവിഷമം ഉണ്ടാക്കുകയും അവരെ പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്തു എന്ന് അവർ തന്നെ പറയുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അയാൾ ഒളിവിലാണ് സാർ, അങ്ങ് മനസ്സിലാക്കിയാൽ കൊള്ളാം. അയാൾ ഒളിവിലാണ്. അയാൾ ഒളിവിലായതും ഈ നാട്ടിലെ എന്തെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് കൊണ്ടല്ല. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വണ്ണം അങ്ങയുടെ നേതാവ്, ഈ പറഞ്ഞ വിത്തുഗുണമുള്ള നേതാവ്, ഇങ്ങനെ പ്രതികരിച്ചത് കൊണ്ടാണ്. ഇദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ്, എന്ത് രാഷ്ട്രീയ സമരം കേരളത്തിൽ നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഇദ്ദേഹത്തെയൊക്കെ പൊക്കി പിടിക്കുന്നത്? അടിസ്ഥാനപരമായി കോൺഗ്രസിലെ സകലമാന നേതാക്കന്മാരും കളങ്കിതരാണ്. ആ കളങ്കിത രാഷ്ട്രീയത്തിൽ ഒരാൾ പുറത്തു പോയാൽ അയാൾ നാളെ പലതും വിളിച്ചു പറയും. അതുകൊണ്ടാണ് ഈ സംരക്ഷണ ഭിത്തിയൊക്കെ ഒരുക്കുന്നത്, പരമാവധി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആ വിളിച്ചു പറയലുകൾ ഒഴിവാക്കാനാണ് ഷാഫി പറമ്പിൽ തൊട്ട് മുഴുവൻ ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.